ഈശ്വര, മണി 9 കഴിഞ്ഞു. ഈ അച്ഛനും അമ്മയെ എന്തെടുക്കുക? മനുഷ്യനാണെങ്കിൽ പേടിച്ചിട്ട് വയ്യ. ഹലോ ഹലോ, ടിന്റുമോനെ, അച്ഛനാ. എടാ, ഞങ്ങൾ വരാൻ അരമണിക്കൂറെങ്കിലും കഴിയും. മോന് പേടിയില്ലല്ലോ? ഏയ്, പേടിയോ? എനിക്കോ? എന്നാ ശരി. ഈശ്വരാ, ഈ പ്രേതങ്ങള് ശരിക്കും ഉള്ളത് തന്നെയാണോ? എന്നെ പിടിച്ച് തിന്നാനെങ്ങാനും വരുമോ? ഏയ്, പ്രേതങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി അഥവാ വന്നാ തന്നെ ഈ വടി കൊണ്ട് തലയ്ക്കൊന്ന് പൊട്ടിച്ചു കൊടുത്താം. ആരാ ഈ രാത്രിയില്? ഇനി മര്യാദയുള്ള വല്ല പ്രേതം ആയിരിക്കൂ. ആരാ? ആരാ? ഞാനോ? ഞാനിവിടെ തന്നെ ഉണ്ട്. പുറത്താരാന്നാ ചോദിച്ചത്? പ്രേതമാണോ? അതെ. അയ്യോ, ഏതായാലും ബുദ്ധിയോടെ ആലോചിച്ചു വേണം നീങ്ങാൻ. പിന്നാമ്പറത്തോടെ പുറത്ത് കടന്ന് പ്രേതത്തിന്റെ പിന്നിലൂടെ ചെന്നൊരൊറ്റ അടി കൊടുക്കണം. അയ്യോ അയ്യോ, എന്നെ കൊന്നേ. സോറി ചേട്ടാ, പ്രേതമാണോന്ന് ചോദിച്ചപ്പോ അതേന്ന് പറഞ്ഞത് എന്തിനാ? അതുകൊണ്ടല്ലേ തല്ലിയത്? പ്രേതമാണോന്നായിരുന്നോ? ഞാൻ കേട്ടത് പ്രേമനാണോ എന്നല്ലേ. അതല്ലേ അതേന്ന് പറഞ്ഞത്. സോറി പ്രേമൻ ചേട്ടാ. ഏതായാലും ചേട്ടൻ വന്നത് നന്നായി. ഞാൻ പ്രേതത്തെ പേടിച്ചിരിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും പുറത്തു പോയതാ. നിന്റെ അടുത്ത് വരാൻ മാത്രം ധൈര്യമുള്ള ഒരു പ്രേതവും ഈ നാട്ടിൽ കാണൂല. അതുകൊണ്ട് ആ പേടി വേണ്ട. ആട്ടെ, ചേട്ടൻ ഇപ്പൊ എന്തിനാ വന്നത്? മോന്റെ അച്ഛനെ കാണാൻ വന്നതായിരുന്നു. ഏതായാലും രാവിലെ വരാം. അയ്യോ പോലെ, ഇത്തിരി കൂടി ഇരിക്കൂന്നേ. അച്ഛൻ ഇപ്പൊ വരും. വേണ്ട, തല്ല് കൊള്ളാൻ ഇനി ശേഷിയില്ല. ഈശ്വര, വീണ്ടും പേടി കൂടിയല്ലോ. ഇനി പിന്നാമ്പുറത്ത് കൂടെ പോയി അകത്ത് കയറുന്നത് എങ്ങനെ? അതെന്താ? അയ്യോ, പ്രേതം. ഛേ, ഞാനെന്തൊരു മണ്ടനാ. ഒച്ചയുണ്ടാക്കി പ്രേതത്തെ അറിയിക്കാതെ ശരിപ്പെടുത്തണം. എന്താടാ ടിന്റു, എന്താ നീ കാണിക്കുന്നത്? ഞാനൊരു പ്രേതത്തെ ശരിപ്പെടുത്തുക. എടാ ദ്രോഹി, അയലിൽ ഉണക്കാനിട്ടിരിക്കുന്ന നിന്റെ ഷർട്ടാ അത്. ഓ, എന്തിനാടാ കരയുന്നത്? കരയണ്ട, നിനക്ക് പുതിയ ഷർട്ട് അച്ഛൻ വാങ്ങിത്തരാം. അതല്ല, ആ ഷർട്ടിനകത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ഓർത്തപ്പോ കരഞ്ഞു പോയതാ.